കണ്ണൂരിലെ കൊലപാതക പരമ്പരയ്ക്ക് അറുതി വരുത്താൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി ഒടുവിൽ അറിയിച്ചു. സർവകക്ഷി യോഗം വിളിക്കും. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം വന്നെങ്കിലും സംഘർഷങ്ങളുടെ പേരിൽ ജില്ലയ്ക്കുള്ള ചീത്തപ്പേര് നീക്കാൻ മുഖ്യമന്ത്രി സഭയിൽ ഒരു ശ്രമം നടത്തി. കണക്കുകൾ നോക്കുമ്പോൾ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ 6ാം സ്ഥാനമേ കണ്ണൂരിനുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന മട്ടിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ നടക്കുന്നത്. നമ്മുടെ 14 ജില്ലകളിൽ ഈ കൊലപാതകങ്ങളുടെ എണ്ണമെടുത്താൽ 6ാമത്തെ സ്ഥാനമാണ് കണ്ണൂരിനുള്ളത്. ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി നാടൊരു ചട്ടം വിക്കളമായി. സർ, അങ്ങ് പറഞ്ഞ തിരുവനന്തപുരം ജില്ല അടക്കമുള്ള പാലക്കാട് വരെയുള്ള 5 ജില്ലകളും രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, കൊട്ടേഷൻ സംഘമാണ്, ഗുണ്ടാ സംഘമാണ്. കണ്ണൂരിൽ നടക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ RSSഉം അങ്ങയുടെ പാർട്ടിയും ബോധപൂർവം ആസൂത്രണം ചെയ്യുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സാർ. മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെ ഭരണപക്ഷവും പ്രതിപക്ഷവും BJPയുടെ രാജഗോപാലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി. നാട്ടിൽ സമാധാനവും ശാന്തിയും കളിയാടേണ്ടതിൻ്റെ ആവശ്യകതയും അക്രമമാർഗം വെടിയേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും സാരോപദേശം നൽകി മുഖ്യമന്ത്രി പിണറായി അഭിനവ ഗാന്ധിയായി. കണ്ണൂരിൽ നിന്ന് സംഘർഷത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ഈ വ്യത്യസ്ത സ്വരം. സന്തോഷമായി വിജയേട്ട എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിയുടെ സ്വരവ്യത്യാസം തിരിച്ചറിഞ്ഞു. ചോരക്കളി അവസാനിക്കട്ടെ, സമാധാനത്തിൻ്റെ മാടപ്പിറാവുകൾ കണ്ണൂരിൽ പറന്നിറങ്ങട്ടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? മനുഷ്യത്വത്തിൻ്റെയും നാടിൻ്റെ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും കാര്യത്തിൽ ഒരുമിക്കാൻ കഴിയണം. ഇവക്കൊക്കെയായി എല്ലാ ബഹുജനങ്ങളും കൈകോർത്ത് പിടിച്ച് മുന്നേറേണ്ട ഒരു ഘട്ടമാണിത്. സാർ, നടൻ ശ്രീനിവാസൻ പറയുന്നത് ശരിയാണ്. നേതാക്കൾ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ നിൽക്കും. എന്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ ഈ കൊലപാതകങ്ങളെ അപലപിക്കുന്നില്ല? എന്തുകൊണ്ട് RSSകാർ ഈ അക്രമങ്ങളെ നിലയ്ക്ക് നിർത്തുന്നില്ല? എന്തുകൊണ്ട് CPMന്റെ നേതാക്കന്മാർ ഇതിന് മുൻകൈ എടുക്കുന്നില്ല? ശത്രുതാ മനോഭാവത്തോടെ പരസ്പരം കാണുന്ന മനോഭാവം എല്ലാവരും ഒഴിവാക്കാൻ തയ്യാറാവണം. എത്രയോ നല്ല ഗീതോപദേശമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയത്. ഈ മാനസിക പരിവർത്തനം ഉണ്ടായി അതുവരെ കാത്തിങ്ങിരിക്കാൻ ഒക്കുമോ? അങ്ങനെ മാനസിക പരിവർത്തനം. പക്ഷേ മാനസിക പരിവർത്തനം ഇത് പുറമേ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും വിവേകവും മനുഷ്യത്വവും ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ്. മുഖ്യമന്ത്രി വളരെയേറെ മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ സാരോപദേശം വളരെ നന്നായിട്ടുണ്ട്. ക്രൗര്യം കൊണ്ട് ഒരാളെ ഇല്ലാതാക്കാൻ പറ്റും, പക്ഷേ തിരുത്താൻ പറ്റില്ല. സൗമനസ്യം കൊണ്ടേ ആരെയും തിരുത്താനാവും. വളരെ നന്നായിരിക്കുന്നു. ആ സാരോപദേശം ചെയ്യേണ്ടത് കണ്ണൂരിലെ തന്റെ പാർട്ടി പ്രവർത്തകരോടാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ. മനുഷ്യത്വം എന്ന മഹാഗുണത്തിൻ്റെ മഹത്വം എല്ലാവരും ഉൾക്കൊള്ളണം. അത് മനസ്സിൽ നിന്ന് ചോർന്നു പോകാൻ ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ല എന്ന് നിശ്ചയിക്കുന്ന നിലയുണ്ടാവണം. ആ ഒരു സെൻറ്റിമെൻ്റ് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സെൻറ്റിമെൻ്റ് എങ്ങനെ പ്രായോഗികമാക്കി നടപ്പാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ ഉള്ളത്. മനുഷ്യത്വപൂർണമായ ആ സൗമനസ്യത്തിൻ്റെ രാഷ്ട്രീയത്തിനായി എല്ലാവരും സ്വയം അർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ ഈ നാട് ഒരുമയോടെ പുരോഗമിക്കും. ഇവിടെയില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവുകയും
ചെയ്യുന്നത് വളരെ വളരെ അപമാനകരമായ കാര്യമാണ്. ഇതിലുള്ള എൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു, പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിന് അവസാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി അഹിംസയുടെ ഗീതോപദേശം നൽകിയപ്പോൾ പ്രതിപക്ഷം ഡെസ്കിലടിച്ച് സന്തോഷം രേഖപ്പെടുത്തി. പക്ഷേ ഭരണപക്ഷത്തിന് സംശയമായി. പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ കളിയാക്കുകയാണോ എന്ന സംശയം കോവൂർ കുഞ്ഞുമോനും കൂട്ടർക്കും. നമ്മുടെ വരും തലമുറകൾക്ക് സ്വച്ഛമായി ഐശ്വര്യത്തിൽ കഴിയാനാവുന്ന ഒരന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനാവും. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് കളിയാക്കിയിട്ടാണെന്ന് അങ്ങ് എങ്ങനെ മനസ്സിലാക്കി? അങ്ങ് അവിടെ ഇരിക്കൂ. കളിയാക്കിയിട്ടാണെന്ന് ഊഹിച്ചതല്ലേ ശ്രീ കുഞ്ഞുമോൻ? അങ്ങ് ഇരിക്കും, അവിടെ ഇരിക്കൂ. അതൊന്നല്ല അവർ അഭിനന്ദിച്ചതാണ്. അവർ അഭിനന്ദിച്ചതാണ്. ഇരിക്കി. ഇ.പി. ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിലും ഭരണനിരയിലെ സജീവ സാന്നിധ്യമായി തുടരുന്നു. കോൺഗ്രസുകാരെ ചിലത് ഓർമ്മിപ്പിക്കാനാണ് ജയരാജൻ ശ്രമിച്ചത്. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇവിടെ നടന്നിട്ടുള്ള ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുൻ മുഖ്യമന്ത്രി ഈ സഭയെ ആകെ ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള നല്ലൊരു നിലപാട് സ്വീകരിച്ചു. അതിനെ ശിഥിലീകരിക്കുകയാണോ അങ്ങയുടെ ലക്ഷ്യം? ഒരിക്കലുമല്ല. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ആശയത്തെ, ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിനെ ബഹുമാനായ മുഖ്യമന്ത്രി അംഗീകരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് മിസ്റ്റർ ജയരാജൻ. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ സാരോപദേശങ്ങൾ നൽകേണ്ടത് അങ്ങ് ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കന്മാരോടാണെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. അങ്ങയുടെ കണ്ണൂർ DCC ഓഫീസിൽ 3 തരം ബോംബ് നിർമ്മിക്കുന്നുണ്ട്. പടങ്ങള് ഇന്ത്യ ടുഡേ പത്രം പ്രസിദ്ധീകരിച്ചു. ബോംബെറിഞ്ഞ് കൊലപാതകം നടത്തി. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. എന്നെ കൊലപ്പെടുത്താൻ വാടക കൊലയാളികളെ അയച്ചു. ഇതൊന്നും മറന്നു പോകരുത്. കണ്ണൂർ DCC ഓഫീസിൽ ബോംബ് നിർമ്മാണമുണ്ട് എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി മുൻ വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അതുപോലെ ആ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലൂടെ ഒന്ന് അന്വേഷിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ ജനയുഗം ഒന്ന് കാണാനുള്ള മര്യാദ അങ്ങ് ഇന്ത്യ ടുഡേ പോട്ട് ഈ ജനയുഗം ഒന്ന് വായിക്കും. ഇന്നത്തെ ജനയുഗം അങ്ങൊന്ന് വായിച്ചാൽ അങ്ങക്ക് അതിനുള്ള മറുപടി കിട്ടും. ഇടവേളയാണ്. മണി ആശാന്റെ ജയരാജ കാവ്യം. എന്തിന് പെൺവാണിഭ കേസിൽ വരെ പ്രതിയായവന്മാരുണ്ടായിട്ട് ആരും രാജിവെക്കാൻ കൂട്ടാക്കാതെ ഇല്ലേ കണ്ണട്ട പോലെ കടിച്ചു തൂങ്ങിയിരുന്ന UDF മന്ത്രിമാർ.